ചാമക്കാവിലെ വിൽസൺ. നമ്മൾ എന്റെയൊക്കെ തീരെ ചെറിയ പ്രായമുള്ള ഈ അവിടത്തെ ഈ അടുത്തടുത്ത് എത്തുമ്പോൾ നിങ്ങൾ അനുഭവപ്പെടുന്ന കുറെ മണങ്ങളും ഈ കപ്പലിന്റെ ഭക്ഷണമോ ബലൂണുകളുടെ മണം, പിന്നെ ഈ അമ്മാവാണ് സുഖത്തിനകത്തേക്ക് ബലൂണുകൾ, തീറ്റികൾ, ഇതിന്റെയൊക്കെ ശബ്ദങ്ങള്, പിന്നെ പലതരം മുട്ടായികള്, എല്ലാ ലക്ഷ്യമായി വിലക്കുള്ള സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ രാവിലെ പോയി ശേഖരിച്ചു വെച്ചിരിക്കുന്ന 1 2 3 രൂപയുണ്ടാവുക. അത് കയ്യിൽ തന്നെ തരും. ഇങ്ങനെ ഒക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങുന്ന, പിന്നെ അവിടെ ഇങ്ങനെ ചമ്മി കിടക്കുക, ഈ ഐസ് സ്റ്റിക്ക്, ഈ വക സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ കമ്പഴി ഇതൊക്കെ തിന്ന് വൈകുന്നേരം ആകുമ്പോഴത്തെ വയറിന് അസുഖം കഴിഞ്ഞിട്ട് അത് തിന്നുമായിരുന്നു. ഇന്ന് ഒരു 20 രൂപയ്ക്ക് അന്ന് 4 ഞാൻ ഈ കല്യാണ സ്കൂളിൽ തന്നെ പഠിക്കുമ്പോ ഈ വൈകുന്നേരം ഒക്കെ ചട്ടിക്കൊണ്ട് പോകുന്ന 4 കപ്പലിന് മേടിച്ചാൽ ഞങ്ങൾ വീട്ടിൽ അവിടെ ചെന്നാലും തീരെ അത്രയ്ക്ക് കപ്പലിനെ കണ്ട. ഇനിയിപ്പോ 25 രൂപയ്ക്ക് മേടിച്ചാൽ ഈ പണിയിലുള്ള വരുന്നതിനൊക്കെ ചെയ്യും. അന്നത്തെ ഭൂപ്രകൃതിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചാമക്കാവില്? ഇത്ര സുന്ദരമായിരുന്നു. അത് ഈ കാളെന്ന് പറയുന്ന സാധനം ഇതിന്റെ ഒരു 10 ഇരട്ടി ഉണ്ടായിരുന്നു. ഇതിന്റെ അന്ന് ഇന്നത്തെ 2 വീടുകളെ ഉണ്ടാകും. സത്യം 2 2 3 വീടുകളെ. ഇന്ന് അവരുടെ വീടുകൾ തന്നെ ഒരു 8-10 അതിന്റെ ചുറ്റുവട്ടത്തായിട്ട് ഏകദേശം ഒരു 10-25 വീടുകൾ വന്നു. അത് അങ്ങോട്ട് പടർന്നു കിടന്ന ഇനി താഴെ ഒരുപാട് കാവുകളായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. കാടുകൾ, ഒരുപാട് മരങ്ങൾ, പിന്നെ സംഘങ്ങളെല്ലാം അകത്തൂടെ പോകാൻ വഴിയുണ്ടായിരുന്നു. അകത്തൂടെ കയറുന്ന വഴുതിട്ടൊരു വലിയൊരു വഴി. ഈ ആശുപത്രിയുടെ താഴോട്ട് ഇറങ്ങുന്നത് ആ വഴികൾ ഒരു വൈദ്യ ഗുണമായ വഴി പോലാണ്. ഈ അട്ട വിട്ട് കത്തട്ടെ നൂറുകണക്കിന് ഇതുപോലെ അല്ല കുറെ കൂടെ ഈ പെരുമാറ്റ രീതികളായ ശ്രദ്ധമുണ്ടോ നമ്മളെ എന്റെ കയ്യിൽ നിന്ന് വന്ന് ഈ വിഷു എന്ന് പറയുന്നത് ഒരു കുറെ പ്രാചീന കാലഘട്ടത്തിൽ, അതായത് കൊല്ലവർഷം എന്ന് പറയുന്നത് ആരംഭിക്കുന്നതിന് മുമ്പ് പുതുവർഷം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ മേടം 1 മേടം 1 എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സംക്രമണ ദിവസമാണ്. സൂര്യന്റെ രാശി മാറുന്നു, ഉത്തരായണത്തിലേക്ക് വരികയാണ്. അതുവരെ ഗ്രീഷ്മത്തിന്റെ, അതായത് വേനൽക്കാലത്തിന്റെ തീഷ്ണമായ ചൂടുണ്ടായിരുന്ന കാലമാണ് 3-4 മാസം. അത് കഴിഞ്ഞ് സൂര്യൻ പിന്നെ വടക്കോട്ട് വന്ന് ഉത്തരായണം, ഈ വിഷുവിന്റെ അന്നാണ് നേരെ കിഴക്ക് വശത്ത് സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു. ഈ മീനം മേടക്കാലം എന്ന് പറയുന്നത് കേരളത്തിലെ വിളവെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കാലം. പ്രധാനമായിട്ടും ഈ നെൽകൃഷിയുടെ വിളവെടുപ്പ്, നെല്ലും പിന്നെ മിക്കവാറും എല്ലാം ഫലഭൂയിഷ്ടമായിട്ടുള്ള ഈ ചക്ക, മാങ്ങ, തേങ്ങ, സർവ്വസാധനങ്ങളും ഈ സമൃദ്ധിയായിട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ മേടമാണ്. അതിന്റെ എല്ലാം വിളവ് വരും. ഈ കാച്ചില്, ചേമ്പ്, ചേന, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ, കാർഷിക വിളകൾ മുഴുവൻ ഈ അതിന്റെ വിളവെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മേടമാസം എന്ന്. ഇതിന്റെ എല്ലാം കൂടെ സമൃദ്ധിയുടെ ഒരു കാലഘട്ടം. അതാണ് ഈ പ്രാചീന കാലത്ത് അത് ആഘോഷമായിട്ട് കൊണ്ടാടിയത്. അതാണ് അവന്റെ സങ്കല്പങ്ങളും ഈ ആഗ്രഹങ്ങളും ജീവിതത്തിന്റെ ആ പ്രതീക്ഷകളും മുഴുവൻ മാനം മുട്ട ഉയരത്തിൽ തേരുകളായിട്ടും ആനകളായിട്ടും കുതിരകളായിട്ടും പിന്നെ ഈ മൃഗരൂപങ്ങൾ, കാള എന്നൊക്കെ പറയുന്ന മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന പിന്നെ ജന്തുക്കളാണ്. കുതിര എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ജന്തുക്കളാണ്. ഇതിനെയൊക്കെ ഈ പ്രതീപങ്ങളായിട്ട് രൂപങ്ങൾ ഉണ്ടാക്കി ഈ ദേവി എന്ന് പറയുമ്പോൾ അമ്മയാണ്, പ്രകൃതി തന്നെയാണ്, ഭൂമിയാണ്, പ്രകൃതി തന്നെയാണ്. അപ്പൊ അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാനുള്ള വളരെ പ്രാചീനമായിട്ടുള്ള ആചാരങ്ങൾ കാർഷിക വിളവെടുപ്പ് ഉത്സവങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അതിനകത്ത് നെൽക്കതിർ, പിന്നെ കാളി, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഈ രൂപങ്ങൾ, ഈ ജന്തുക്കളുടെ രൂപങ്ങളാണ്. ഇതെല്ലാം മനുഷ്യന് ഉപയോഗപ്രദമായ ജന്തുക്കളാണ്. അതിന്റെയൊക്കെ രൂപങ്ങൾ കെട്ടിത്തന്ന് ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. അമ്മ എന്ന് പറയുന്ന സങ്കല്പം തന്നെ ആ ഒരു പ്രധാന. അമ്മ എന്ന് പറയുമ്പോൾ പ്രകൃതിയാണ്. ഈ മനുഷ്യൻ പ്രകൃതിയിലാണ് ഈ പിന്നെ പ്രവർത്തിച്ചാണ് വിളവുണ്ടാക്കുന്നത്. അപ്പൊ ആ പ്രകൃതിയുടെ പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ചാമക്കാവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പിന്നെ ഒരു വന പശ്ചാത്തലമായിരുന്നു. ആ വന പശ്ചാത്തലത്തിൽ അവിടെ അമ്മയുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ പ്രകൃതി തന്നെയാണ് അമ്മ, യാതൊരു സംശയമില്ല. ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറയും കൂടെ നമ്മുടെ ശാലമക്കാവ്.
നമുക്ക് ഒരുപാട് സത്യങ്ങളുണ്ട്. പണ്ടൊക്കെ അത് ഇഞ്ചിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്നു. ഉണങ്ങിയ ഇഞ്ചി എടുത്തായിരുന്നു നമ്മൾ കുഴിച്ചോണ്ട് കുളിക്കാനും കൊച്ചു പിള്ളേരെ കുളിപ്പിക്കാനും ഇഞ്ചിയായിരുന്നു. നോൺസെൻസ് ബേബി എന്ന് വരുന്നതിന് മുമ്പ് ട്രഡീഷണൽ ഐറ്റങ്ങൾ അന്ന് മണലുണ്ടായിരുന്നു. നിറയെ മണലുണ്ട്. ഈ മേളത്തിലൊക്കെ വെള്ളത്തിൽ കൂടെ തന്നെ മുക്കിക്കൊണ്ടേ വരാൻ പറ്റും. ഈ വള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ അവസ്ഥയാണ്. അന്ന് മണലുണ്ടായിരുന്നു. നിറച്ച് മണൽ. നടന്ന് അക്കരയ്ക്കരെ പോകുന്ന ആളുകൾ ഈ മണലിലൂടെ കൂടി എന്നാലും മുട്ടിന് താഴെ വെള്ളം പോകും. എന്റെ ഓർമ്മയിലും ഞങ്ങളുടെ പ്രദേശത്തെല്ലാം ഭാരതപ്പുഴ പോലെ കിടക്കുമായിരുന്നു. മണൽ ഇഷ്ടം പോലെ. പിന്നെ ഈ മണലുമായി ഈ വലിയ കുഴികളായിട്ട് ഈ ചെളിക്കൂട്ടുകളായി വെള്ളം വന്ന് സ്ഥിരമായ ഒരു അവസ്ഥ. മറ്റേ വെള്ളപ്പൊക്കം. ഞാന് ഈ ചാമക്കാവിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ അവിടെ വരെ ആറ്റിക്കൂടെ നടന്നു പോകും. ചില കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചില സ്ഥലത്തൊക്കെ വെള്ളമുണ്ട്. അത്രേ ഉള്ളൂ. എങ്കിലും അങ്ങനെ പോയിട്ടുണ്ട്. പിറ്റേ ദിവസം ഈ ഗുരുതിയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഈ ഗുരുതി കഴിക്കുന്ന കോഴികളുടെ തല ആറ്റിലോട്ട് നിർത്തിയിലെ ഒരു കുടുംബമായിരുന്നു പഠിച്ചപ്പോൾ കുറെ കോഴികൾ എന്നിട്ട് ചാനൽ കണ്ടിച്ച് ആറ്റിലോട്ട് ഇതിനെ ഇങ്ങോട്ട് മണിയംകുളങ്ങര ജംഗ്ഷൻ ആ ജംഗ്ഷന്റെ കരകോന്നില് അതിന്റെ തൊട്ടിപ്പുറത്തായിരുന്നു തുരുത്തിക്കുറുപ്പെന്നാ പറയുന്നത്. വടക്കുറുപ്പ. ഈ പണ്ടത്തെ കാലത്തെ ഈ കളമെഴുത്തും പാട്ടും ഒക്കെ ഉള്ള കുടുംബമാണ്. ഇപ്പൊ ചെട്ടുള്ളവര് അവരുടെ കുടുംബക്കാര്. അവിടുത്തെ ഒരു എന്റെ കൂടെ പഠിച്ചൊരു ഇതിനെ കുടുംബം നേസം പോലെ സ്റ്റാഫായിരുന്നു. പെൻഷനായി അവിടെ തന്നെ. ആദ്യത്തെ അയാളുടെ ചേട്ടൻ രാധാകൃഷ്ണൻ തേരിന്റെ ചക്രത്തിന് കയറി 30 മരിച്ചുപോയി. ആ പ്രകൃതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അതിനവനൊരു ഭയങ്കര ഇപ്പൊ കള്ളും ചാരായും പിന്നെ കഞ്ചാവും വരെ കൊണ്ട് സമർപ്പിക്കുന്ന ക്ഷേത്രങ്ങൾ ഒരുപാട് പല പല സ്ഥലങ്ങളിലും. ഇതൊക്കെ എന്ന് പറഞ്ഞ അവൻ അനുഭവിക്കുന്ന സന്തോഷവും ഒരു അത് ഈ കാർഷിക പശ്ചാത്തലത്തിലാണ്. കാർഷിക സംസ്കാരത്തിന്റെ പശ്ചാത്തലം അത് മുഴുവൻ ദൈവവുമായിട്ട് പങ്കെടുക്കുകയാണ്. അതിലവൻ ഭയങ്കര ഈ സന്തോഷവും നേടും. ഇപ്പൊ ഈ കൊണ്ടുവെക്കുന്ന പിന്നെ ചാരായ കുടിക്കുകയും കൊണ്ടുവന്ന കോഴിയെ പിന്നെ പൊരിച്ച് തിന്നുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഭക്തി എന്ന് പറയുന്നതിനകത്ത് സത്യമോ ഈ സത്യമില്ലായ്മയൊന്നും അല്ല ഇവിടെ ചിന്താവിഷയം. അവൻ അനുഭവിക്കുന്ന പിന്നിലെ അധ്വാനം സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കുകയാണ്. അതാണ്. അതിന് പിന്നെ അതിന് അടുത്ത വർഷത്തേക്ക് അതിനുള്ള തയ്യാറെടുപ്പ് ചാമക്കാലത്തിന് ലഭിച്ചുകൊള്ളുകൾ അവിടെ വരുന്നു. ഈ അടുത്ത വർഷത്തെ നമ്മുടെ കൃഷിക്കുള്ള സർവ്വ സംഗതികളും അവിടെ കൊണ്ടുവരും. എന്തിനാ കൂന്താനിയും തുമ്പായും കോടാനിയും വരെ അവിടെ എത്തി. അതെ, സർവ്വ സാധനങ്ങളും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കാർഷികവിളക്ക് ഉപയോഗിക്കേണ്ട ആയുധങ്ങളും അവിടെ സർവ്വവിധ ആയുധങ്ങളും കൊല്ലാനും ഉള്ള ആയുധങ്ങളും എല്ലാം അവിടെ കിട്ടും. അതായത് പശ്ചാത്തലം. വിഷു പ്രധാന ഇതാ ഞാൻ പറഞ്ഞില്ല. നമ്മളുടെ പുതുവർഷം ഈ തമിഴ് ആയിരുന്നു നമ്മുടെ ആദ്യ ഭാഷ. തമിഴ് വർഷമായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്നത് തമിഴ് കലണ്ടർ വരെ. കേരളത്തെ ഈ കൊല്ലവർഷം 1300 വർഷമായിട്ടുള്ള. അതിന് മുമ്പ് വരെ ഇതായിരുന്നു. തമിഴ് ബേസിക് ഭാഷയും തമിഴായിരുന്നു. ഈ ചേരന്മാര് ചോഴന്മാര് പാണ്ഡ്യന്മാരൊക്കെ ഭരിച്ചിരുന്നത്. പിന്നാണ് ഈ കേരള മലയാളം എന്ന ഭാഷ തന്നെ രൂപം തെറ്റു വന്നത്. ഉഗാദി തന്നെയാണ് വിഷു. ഉഗാദി തന്നെയാണ് വിഷു. പക്ഷെ ഉഗാദി എന്ന് പറയുന്നത് നീ പറഞ്ഞ കന്നഡ ഉഗാദിയാണ്. അല്ല, വിഷു അല്ല കന്നഡ ഉഗാദി. അതിന് കുറച്ചുകൂടെ മുമ്പ് വരും. അതായത് ഡേറ്റ് വ്യത്യാസമുണ്ട്. ഡേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ സംക്രമണം കണക്കാക്കിയ തമിഴരും അത് തന്നെ സംക്രമണം കണക്കാക്കിയ ഈ സൂര്യസംക്രമണം. നമ്മുടെ കേരളത്തിലെ വിഷുവിന്റെ ചരിത്രം തുടങ്ങിയിട്ട് എത്ര വർഷമായി? കേരളത്തിന് ഈ ആദ്യകാലം പോലെ ഉണ്ട്. പിന്നെ ഈ ഓണം വന്നത് പിന്നെ ബ്രാഹ്മണ മേധാവിത്വം തുടങ്ങിയതിന് ശേഷമാണ്. പിന്നെ ബ്രാഹ്മണന് മലയാളികളല്ല, ആന്ധ്രയിൽ നിന്ന് വന്നത്. ഏറ്റവും കൂടുതൽ വന്നത് ആന്ധ്രയിലെ പിന്നെ ഗോദാവരി തീരപ്രദേശം, കൃഷ്ണ ഗോദാവരി തീരപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മണനാണ് കേരളത്തിൽ വന്നത്. അല്ലാതെ കേരളത്തിൽ ബ്രാഹ്മണനൊക്കെ കേരള പേർഷ്യൻ ആളുകളാണെന്നാ പറയുന്നത്. ഇറാൻ ആദ്യന്മാർ മധ്യപൂർവേഷ്യയിൽ നിന്ന് വന്നവരാണ്. ഈ സൈബർ ചുരം കിടന്നു വന്ന ആര്യന്മാർ.
അവർ നല്ല വെളുത്ത് നല്ല നീണ്ട കൈ കൊണ്ടുപോയി ഈ സുന്ദരമായ അവർക്ക് വിഗ്രഹ ആരാധന ഇല്ലായിരുന്നു. വിഗ്രഹാരാധന ആ തരത്തിലില്ലായിരുന്നു. ഇല്ലായിരുന്നു. അവർക്ക് പൂജകളെ ഉള്ളായിരുന്നു. ചടങ്ങുകൾ. സംസ്കൃതം എന്ന് പറയുന്നത് ശരിക്കും ഭൂമിയിലെ തന്നെ ആദിമമായ ഭാഷകൾ ഹിബ്രു എന്ന് പറയുന്നതിനേക്കാൾ പഴയ ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. അത് ആദിമമായിട്ടുള്ള ഇവിടെ ഭാരതത്തിലെ ആര്യന്മാരാണ്. ഹിബ്രു ഭാഷയുടെ ജാതവർണ്ണയൊക്കെ അവരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. യേശുവിന്റെ ഭാഷയാണ് ഹിബ്രു. അല്ലേ? അതായത് ബ്രാഹ്മിൻസിന്റെ ഭാഷ. അതായത് ഈ മധ്യപൂർവേഷ്യയിൽ നിന്ന് വന്നവരുടെ ഭാഷ ഹിബ്രു ആയിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഈ സംസ്കൃത രൂപങ്ങൾ. സംസ്കൃതം പക്ഷെ അതിന് മുമ്പും വേറെ പല തരത്തിലുണ്ട്. അതായത് ഈ പ്രാചീന ഗ്രീക്ക് ഭാഷയും സംസ്കൃതവുമായിട്ട് ഭയങ്കര ബന്ധം. ആദിമ ഭാഷയായിട്ട് കണക്കാക്കപ്പെടുന്ന 3 ഭാഷകളിൽ നിന്നും ഈ സംസ്കൃതം പിന്നെ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് എല്ലാ ഇംഗ്ലീഷ് പദങ്ങളും ഉണ്ടായത്. ഇംഗ്ലീഷ് പദം ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. സിബി, ഈ കായംകുളം കൊച്ചുണ്ണി സമാധിയായിട്ടിരുന്ന ഒരു ക്ഷേത്രമുണ്ട് പിന്നെ കോഴഞ്ചേരിക്ക് അപ്പുറം പത്തനംതിട്ടയ്ക്ക് പോകുമ്പോ ഇടപ്പാറ മുറി മലദേവർ നടാന്നുങ്ങളുടെ അവിടാണ് ഈ പിന്നെ അദ്ദേഹം സമാധിയായത്. ആ ക്ഷേത്രം ഈ പിന്നെന്തോ ഈ പിന്നെ നമ്മുടെ ആറന്മുള ക്ഷേത്രമായ വലിയ അഭേദ്യമായ ഉള്ള ക്ഷേത്രമാണ് ഈ ഇടപ്പാറ മുറി. അപ്പൊ ആ ക്ഷേത്രത്തിലാണ് അവിടുത്തെ ഉത്സവം വിഷുവാണ്. പ്പെട്ടവർ മാത്രമായിട്ട് അവരുടേതായിട്ട് ഉള്ള ഒരു അവിടെ വന്ന് പിന്നെ ഒരു തവണ ഏതാണ്ട് വലിയ വഴക്കും ബഹളമൊക്കെ നടന്നു. അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആദ്യം പിന്നെ അത് കെട്ടാൻ പറ്റാത്ത സ്ഥിതി വന്നു. എല്ലാവരുടെയും ഒരു ഐക്യക്കുറവോ എന്തായാലും ശരി. ഈ ഞങ്ങളുടെ കുടുംബത്തിൽ അത് ഏകദേശം കുറേ വർഷങ്ങളോളം പിന്നെ അതിൻ്റെ ഈ കാലുകളും ഈ മരഭാഗങ്ങളും എല്ലാം കൂടെ ഇതിൻ്റെ തിന്നക്കിരിക്കുന്നത് അതെനിക്ക് ഓർമ്മയുണ്ട്. ഒരു 10-30 വർഷത്തിന് മുമ്പാണ് അത് ഈ അവരുടെ ഒരു സംഘക്കാരുണ്ട്, അവർ വന്നത് എടുത്തോണ്ട്